Hello guys, welcome back to Learning Science with Archea. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കിങ്ഡം ഫംഗൈനെ കുറിച്ചാണ്. ലാസ്റ്റ് ക്ലാസ്സസ് we were focusing on കിങ്ഡം മൊനീറ ആൻഡ് പ്രൊട്ടിസ്റ്റ. അപ്പോൾ അതിനകത്തുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ we will go to the കിങ്ഡം ഫംഗൈ. ഈ കിങ്ഡം ആക്ച്വലി ഇറ്റ്സ് ബിറ്റ് മോർ സിംപ്ലസ്റ്റ് ആണ്. നമുക്ക് അറിയാവുന്നതാണ് കുറച്ചൊക്കെ ഇതിനകത്ത് സ്പീഷീസ്, അതായത് കോമൺ മഷ്റൂംസ് ഒക്കെ വരുന്ന, നമ്മൾ എഡിബിൾ മഷ്റൂംസ് ഒക്കെ വരുന്ന ഒരു കിങ്ഡമാണ് ഇത്. സോ ജസ്റ്റ് start with the different subkingdoms of the kingdom fungi. Okay, just a second. So കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആക്ച്വലി ഞാൻ ലാസ്റ്റ് എന്താ പറയുക ഒരു പവർ പോയിന്റ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നോക്കി, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇന്ററാക്റ്റീവ്. So it's better we write instead. Okay, right? So we are going to see the kingdom fungi. Okay, ഈ കിങ്ഡം ഫംഗയിൽ ഞാൻ പറഞ്ഞു മോസ്റ്റ്ലി കാണുന്ന മഷ്റൂംസ് ഒക്കെയാണ് ഓരോ ഇതായിട്ട് വരുന്നത്. പക്ഷെ പല പല നിങ്ങൾ അറിയാത്ത സബ് കിങ്ഡംസ് ഉണ്ട് അതിനകത്ത്. ആ സബ് കിങ്ഡംസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിന് കോമൺ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, കോമൺ ക്യാരക്ടേഴ്സ് അല്ല എന്തിന്റെ ബേസ്ഡ് ആണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് പ്രൈമറിലി ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ കോൾഡ് as mycelium. ഞാൻ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് അതിന്റെ സെക്ഷൽ റിപ്രൊഡക്റ്റീവ് മെത്തേഡ്സ്, എങ്ങനെയാണ് അതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, പിന്നെ അതിന്റെ ഹാബിറ്ററ്റ്, ഹൗ ദേ ആർ ഗ്രോയിങ്, മോസ്റ്റ്ലി എവിടെയൊക്കെയാണ് സംഭവങ്ങൾ കാണുന്നത്, ഇതെല്ലാം ഈ സപ്പോസ് ഈ ഒരു സംഭവങ്ങളെല്ലാം ചേർത്തിട്ടാണ് അത് ക്ലാസിഫിക്കേഷൻ സബ് കിങ്ഡംസ് ഹസ് ബീൻ പുട്ട് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മൈസീലിയൊക്കെ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ മഷ്റൂം എടുത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുന്നുള്ളതുകൊണ്ട്, സോ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും മഷ്റൂം. സോ മഷ്റൂമിന്റെ മണ്ണിന്റെ അടിയിലുള്ള പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഈ സപ്പോസ് ദിസ് ഈസ് ദി ടോപ്പ് പാർട്ട്. ഈ ഭാഗത്തുനിന്നും ഇവിടുന്ന് ഇതിന്റെ ഉള്ളിലുണ്ട് ആക്ച്വലി ഇതെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് സ്ട്രക്ചർ, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു നാര് പോലുള്ള ഭാഗങ്ങൾ കാണും. ദിസ് പാർട്ട് ഇസ് കോൾഡ് as മൈസീലിയ എന്ന് പറയും. മൈസീലിയം or മൈസീലിയം, okay, singular plural പോലെ. And this part is called as a fruiting body of the fungus. ഇത്ര മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക പ്രധാനമായിട്ട്. പിന്നെ അതിന്റെ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഹാബിറ്റാറ്റ്സ് ഒക്കെ നമ്മൾ ഓൺ ദ വേ പഠിക്കും. സോറി, then what we are going to see is the class sub kingdoms actually. Okay, just clear this one, and then we are going to see the sub kingdoms. What are the sub kingdoms of this kingdom fungus? അതിനായിട്ട് ഞാൻ probably it's better we draw a table and we will discuss. Sorry, I told you ഞാൻ യൂസ് ചെയ്യുന്നത് ടാബ്, ഗ്രാഫിക് ടാബാണ്. അതിൽ വരയ്ക്കാനാണെങ്കിൽ പോലും ഫസ്റ്റ് നമുക്ക് കുറച്ച് നല്ല കഷ്ടപ്പാട് തന്നെയാണ്, ബിക്കോസ് അത് ഇമാജിനറി ഡ്രോയിങ് ആണ് ചെയ്യുന്നത് ഞാൻ. സോ വരയ്ക്കുമ്പോൾ അവിടെ ഇവിടെ തെറ്റിപ്പോകും. ജസ്റ്റ് നെവർ മൈൻഡ്. സോ നമുക്കിതിനെ കുറച്ച് ഡിവൈഡ് ചെയ്തെടുക്കാനുണ്ട്. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെ 4 സബ് കിങ്ഡം ഫംഗൈനെ 4 സബ് കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Okay, the first one is Phycomycetes. Okay, second one is Ascomycetes. Next one is Basidiomycetes. The other one is Deuteromycetes. ഇതാണ് 4 സബ് കിങ്ഡംസ്. ഇനി നമ്മൾ ഇതിനെ കുറച്ച് കോമൺ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. കോമൺ ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് കുറച്ച് പഠിക്കാൻ എളുപ്പമാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എഴുതാൻ പോകുന്നത്. ഓക്കെ, എത്രമാത്രം സക്സസ് ആവുന്നറിയില്ല, വി വിൽ ട്രൈ, കാരണം ഇത്ര സ്പേസിനകത്ത് നമുക്ക് കൊള്ളിക്കണം. സോ ഫസ്റ്റ് ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? സോ നമുക്ക് ഹാബിറ്റാറ്റിനെ കുറിച്ചിട്ട് പറയാം. മോസ്റ്റ്ലി ഫൈക്കോമൈസീറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മോസ്റ്റ്ലി ദേ ആർ അക്വാട്ടിക് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടാവാം. Then some of them are heterotrophs ഉണ്ടാവാം, trophs. Then they are also parasitic forms ഉണ്ട്. സോ ഇത്രയും നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കുക. കോമൺ ഫൈക്കോമൈസീറ്റ്സിൻ്റെ ഹാബിറ്റാറ്റ്സ് ഇതൊക്കെയാണ്. ആൻഡ്
if you look into the mycelium, ഞാൻ പറഞ്ഞു അതിന്റെ വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ കാണിച്ചെന്നാൽ ആദ്യം വരച്ചത് അതാണ് നേരത്തെ കാണിച്ചത്. മൈസീലിയം എന്ന് പറയുന്നത് they are actually aseptate and cenocytic എന്ന് പറയും. എന്താ സംഭവം ഞാൻ പറയാം. aseptate എന്ന് വെച്ചാൽ ഹൈഫൻ നേരത്തെ കാണിച്ചിരുന്നു, കുറച്ചും കൂടി എൻലാർജ് ചെയ്ത് വരികയാണെങ്കിൽ സോറി മൈസീലിയം കാണിച്ചു തന്നു. aseptate എന്ന് വെച്ചാൽ സെപ്റ്റ ഇല്ലാതെ ന്യൂക്ലിയസ് സെൽസ് അല്ല ഇതെല്ലാം, അപ്പോൾ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഇങ്ങനെ കാണും. അതാണ് ഇത് aseptate കണ്ടീഷൻ എന്ന് പറയും. അതായത് സെപ്റ്റ ഇല്ല മീൻസ് വോൾസ് ഇല്ല ഇതിന് നടുക്ക്. ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് സീനോസൈറ്റിക് മീൻസ് മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉള്ള ടൈപ്പ്. ഓക്കെ, ഒരു ഡിവിഷൻ ഇല്ലാതെ സെൽസ് ആയിട്ട് കാണുന്നില്ല, യൂണിറ്റ് സെല്ലുലർ ആണ് സംഭവം. ആൻഡ് ദിസ് ഇസ് കോൾഡ് സീനോസൈറ്റിക്. സപ്പോസ് ദർ ഈസ് പാർട്ടീഷൻ ആൻഡ് there is only one nucleus per cell or whatever, this is called as septate എന്ന് പറയും. കാരണം ഈ ഒരു വോളിന് പറയുന്ന പേരാണ് സെപ്റ്റ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് as septate. ഇപ്പോൾ സെപ്റ്റേറ്റും സെപ്റ്റേറ്റും മനസ്സിലായത് സീനോസൈറ്റിക് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ കാണുന്നതാണ്. പിന്നെ ഇത് തന്നെ ബ്രാഞ്ച്ഡ് ഉണ്ട് അൺബ്രാഞ്ച്ഡ് ഉണ്ട്, അതാണ് വീണ്ടും പഠിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സോ ദ മൈസീലിയം ഈസ് ലൈക്ക് ദിസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ആക്ച്വലി ദി റിപ്രൊഡക്ഷൻ ആണ്. നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ ആദ്യം നോക്കാം. സെക്ഷൽ ഉണ്ട്, സെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ഫോർ us to remember. Asexual reproduction ഫൈക്കോമൈസിറ്റ്സ് നടക്കുന്നത് മെയിൻലി ബൈ സൂസ്പോർസ് ആൻഡ് എപ്ലാനോസ്പോർസ് വരെ. ഇത് രണ്ട് സ്പോർസ് വഴിയാണ് നടക്കുന്നത്. ആൻഡ് ദീസ് സ്പോർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് കോൾഡ് as സ്പൊറാഞ്ചിയം. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ഇത് കാണപ്പെടുന്നത്. ആ എല്ലാത്തിൻ്റെയും സ്പോർസ് ഉണ്ടാകുന്നത് ഒരു സാക്ക് പോലൊരു സംഭവമായിരിക്കും. ആ സാക്ക് ആക്ച്വലി ഇറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഫോർ ഡിഫറെൻറ്റ് ആയിട്ട്. ഈ 4 ഇതിനും മിക്കതിനും ചിലതിന് 2 വെച്ചിട്ടും കോമൺ ആയിട്ടുള്ളതുണ്ട്, മിക്കതിനും ഒരു പേരുണ്ട്. സോ ഇതിനും കാണുന്ന പേരാണ് ഫൈക്കോമൈസിറ്റ്സിന്റെ സെക്ഷൽ സ്പോർസ് കാണപ്പെടുന്ന സാക്കിന്റെ പേരാണ് സ്പൊറാഞ്ചിയം. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീറ്റിംഗ് ഓഫ് 2 gametes വഴി ഉണ്ടാകുന്നതാണ് ഹിയർ ഇൻ ദിസ് കേസ്. ആൻഡ് അതിന്റെ പേരാണ് സൈഗോസ്പോർസ് എന്ന് പറയും. അത് സ്പോർസ് തന്നെയാണ് വിളിക്കുന്നതിന്, ബട്ട് ഇറ്റ്സ് എസെക്ഷൽ മീൻസ് വഴി ഉണ്ടാകുന്നതാണ്. സോ സെക്ഷൽ സ്പോർസിന്റെ പേരാണ് സൈഗോസ്പോർസ് എന്ന് പറയും. ആൻഡ് ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് റൈസോപ്പസ്, ബ്രെഡ് മോൾഡ് എന്നൊക്കെ പറയുന്ന സംഭവമാണ് റൈസോപ്പസ്. ഓക്കെ, ഇത് നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുന്നുള്ളൂ. സോ ഓർത്തിരിക്കുക, ഫൈക്കോമൈസിറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് എക്സാമ്പിൾ ആണ് റൈസോപ്പസ്. അടുത്ത വി ആർ കമ്മിങ് ടു ആസ്കോമൈസിറ്റ്സ്. ഇതും സാപ്രോഫൈറ്റ്സ് ആവാം ചില കേസസിൽ, ആൻഡ് പാരസൈറ്റ്സ്. ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് ഗൈസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്, ഫംഗയും ഈ കൂട്ടത്തിലുണ്ട്. ആൻഡ് മൈസീലിയം ആക്ച്വലി ഇവിടെ ബ്രാഞ്ച്ഡ് ആണ്. നമ്മൾ ഇവിടെ കണ്ടത് ബ്രാഞ്ച്ഡ് ആയിരുന്നില്ല ഫൈക്കോമൈസിറ്റ്സിന്. ഹിയർ ഇറ്റ് ഇസ് ബ്രാഞ്ച്ഡ് ആൻഡ് ദേ ആർ സെപ്റ്റേറ്റ് മീൻസ് വോൾസ് ഉണ്ടാവും, ഒരു സെല്ല് വീതമായിരിക്കും, ഇതുപോലെ ആയിരിക്കും കാണപ്പെടുന്നത് വിത്ത് എ സിംഗിൾ ന്യൂക്ലിയസ് ഇൻസൈഡ്. ആൻഡ് എസെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് ബൈ ഫോർമേഷൻ ഓഫ് കൊണീഡിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ സ്പോർസ് ആണ് ആക്ച്വലി. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് കോൾഡ് കൊണീഡിയോ ഫോർ എന്ന് പറയും. സ്പോർ അല്ല, ഓർത്തിരിക്കുക, കൺഫ്യൂഷൻ ആവരുത്. കൊണീഡിയോ 4. And the sexual reproduction here it is called as in ascospores, which are produced in structures called as ascus. Okay, and here the example എന്ന് പറയുന്നത് aspergillus എന്ന് പറയുന്ന എക്സാമ്പിൾ ഉണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇത് ന്യൂറോസ്പോറ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഓർത്തിരിക്കുന്ന രീതിയിൽ പഠിച്ചെടുക്കുക, ന്യൂറോസ്പോറ. Okay, so these are the examples. And next moving to basidiomycetes. ബെസിഡിയോമൈസിറ്റ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? മോസ്റ്റ്ലി ഇതാണ് നമ്മുടെ കോമൺ മഷ്റൂംസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എല്ലാം വരുന്നത്. ഇതിന് നമുക്ക് ആക്ച്വലി സാക്ക് ഫംഗസ് എന്ന് പറഞ്ഞൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, സാക്ക് ഫംഗൈ എന്ന് പറയും. ഏതാണ് സാക്ക് ഫംഗൈ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർത്തിരിക്കുക, ആസ്കോമൈസിറ്റ്സ് ഒക്കെ ഉള്ളത് സാക്ക് ഫംഗൈ. ബെസിഡിയോമൈസിറ്റ്സിന്റെ എക്സാമ്പിൾ ഐ മീൻ അവരെവിടെയൊക്കെയാണ് കാണുന്നത്? സാധാരണ നമ്മുടെ കൂണൊക്കെ ഇല്ല, അതൊക്കെയാണ് സോയിലിൽ കാണാം, തടികളിൽ കാണാം, ട്രീസിൽ കാണാം, റൈറ്റ്. അപ്പം സം ഓഫ് ദം ആർ സാപ്രോഫൈറ്റ്സ് ഉണ്ടാവും, സം ഓഫ് ദം ആർ പാരസൈറ്റ്സ് ആയിട്ട് കാണാം. സോ അതെല്ലാം ഈ കൂടുതൽ ബെസിഡിയോമൈസിറ്റ്സിലുണ്ട്. And here the mycelium is also again branched and septate ആണ്. ഞാൻ ആദ്യം പടം വരച്ച് കാണിച്ച പോലെ തന്നെ branched and septate ആണ്. And asexual reproduction actually it's not really found in this category, but they have something called as a vegetative reproduction by fragmentation. അവരുടെ ഹൈഫ എല്ലാം ഫ്രാഗ്മെന്റേഷൻ വഴി പോകാറുണ്ട്, ആയിട്ട് കൺഫേം ഫ്രാഗ്മെന്റേഷൻ ചെയ്തിട്ട് they can make into new organism. So അതൊരു asexual means of reproduction ആണ്, vegetative reproduction പറയും. Here the sexual reproduction is by formation of basidiospores
സ്പോർട്സിൻ്റെ പേരൊക്കെ പഠിച്ചേ പറ്റുള്ളൂ, ബിക്കോസ് ദേ ആർ ഓരോന്നിനും ഓരോന്നാണ്. ഓർത്തിരിക്കുക. ബെസീഡിയോ സ്പോർസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബെസീഡിയ. അതിനകത്ത് തന്നെയുണ്ട് സംഭവം, ഇവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോർട്സിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കി പഠിച്ചാൽ യു കൻ അണ്ടർസ്റ്റാൻഡ് വേർ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ആൻഡ് എക്സാമ്പിൾസ് ആണ് നമ്മുടെ അഗാറിക്കസ് എന്ന് പറയും. കോമൺ മഷ്റൂമിൻ്റെ പേരാണ് അഗാറിക്കസ്. ഓക്കെ, so here we are going to next is we are going to deuteromyces. Deuteromyces actually it's they are called as imperfect fungi എന്ന് പറയും. ഇതൊന്ന് ഓർത്തിരിക്കുക, ഏത് ഗ്രൂപ്പാണ് known as imperfect fungi. Okay, so these guys are called as imperfect because ചില അവർക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്ന ക്ലാസ്സസ് ആണ്. സോ അതുകൊണ്ടാണ് അവരെ imperfect fungi എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഇവരും സാപ്രോഫൈറ്റ്സ് ആണ് സം ഓഫ് ദം. സാപ്രോഫൈറ്റ്സ് എന്താണെന്നൊക്കെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. പാരസൈറ്റ്സ് ആണ്. പിന്നെ മൈസീലിയം എങ്ങനെയാണെന്ന് സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ്. ഇവിടെയാണ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. ഇതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. ഇത് എല്ലാ ക്യാരക്ടറും ഒരു ക്യാരക്ടറൈസ് ആണ് എക്സെപ്റ്റ് ഫോർ ഫൈക്കോമൈസിസ്. അത് മാത്രം ഓർത്തിരിക്കുക. ദെൻ asexual reproduction is by formation of conidia. That is almost the same like of the ascomycete. Same structure ആണ് ഇവിടെ വന്നിരിക്കുന്നത്. And sexual reproduction is absent in this case. Okay, here the ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾട്ടർനേറിയ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. ഓൾട്ടർനേറിയ. ഓക്കെ, സോ ഇതാണ് ഫംഗൈ, കിങ്ഡം ഫംഗൈനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരൊറ്റ ചാർട്ടിലൂടെ യു ക്യാൻ റിമെമ്പർ തിങ്സ്. ഓർത്തിരിക്കുക, ഹാബിറ്റാറ്റ്സ് മിക്കവാറും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും മിക്ക ഇതിൻ്റെയും. അതുപോലെ തന്നെ മൈസീലിയം ഓൾമോസ്റ്റ് സെയിം ആണ്. മോസ്റ്റ്ലി ദേ ഡിഫർ ഇൻ ദെയർ സെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പം നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഈ സ്പോർട്സിൻ്റെ പേരുകളും സെക്ഷൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൻ്റെയും അതിനകത്തുള്ള ഉണ്ടാകുന്ന സൈഗോസ്പോർസ്, അസ്കോസ്പോർസ്, ബെസിഡിസ് ഇങ്ങനെയുള്ള പേരുകൾ മാത്രം ഓർത്തിരിക്കുന്നാൽ ആൻഡ് പ്ലസ് എക്സാമ്പിൾസ്, ഓരോ ഗ്രൂപ്പിനും ഓരോ എക്സാമ്പിൾ ഉണ്ട്, ഇറ്റ് വിൽ ബി ഫൈൻ. അപ്പോൾ നമ്മൾ വിത്ത് ദിസ് വി ആർ ഫിനിഷിംഗ് കിങ്ഡം ഫംഗൈ. And plantain animalia actually we will discuss in detail in the coming chapters. കാരണം അത്രയ്ക്കും ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പേര് നമുക്കറിയാം, പ്ലാന്റേ എന്ന് പറയുന്നത് പ്ലാന്റ്സ് വരുന്നതാണ്, അനിമേലിയൽ അനിമൽസ് വരുന്നത്. So anyhow, this is going to be a big chapter, separate chapter for us. So we will look into detail in the upcoming chapters. And thank you very much for listening. And with this we conclude. Thank you.